പല സ്കൂളുകളിലും അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ഈശ്വര പ്രാർത്ഥനകൾ അത് അങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനത് ആദ്യമായിട്ട് പറയുക. കാരണം കുട്ടികളാകുമ്പോൾ ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും. പാടേണ്ട പാട്ടെന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പാട്ടായിരിക്കണം. ഇത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന പാട്ട് വേറൊരു മതത്തിൽപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് ശരിയാണോ? ജനഗണമന ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. NSSൻ്റെ ഒരു ഗീതമുണ്ട്, അറിയാമല്ലോ, അതൊരു മതേതരത്വ ഗീതമാണ്, അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഓരോ സ്കൂളിലും അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുണ്ട്. അവിടെ ക്രിസ്ത്യൻ പാട്ടുണ്ട്. മുസ്ലിം നടത്തുന്ന സ്ഥലത്ത് അത് ആ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവാം. ഹിന്ദുസിൻ്റെ ആകുമ്പോൾ അത് വേറൊരു രൂപത്തിലുണ്ടാവാം. അത് നമുക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടോ ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല. ഇനി സെക്യുലർ ആയിട്ടുള്ളതായിരിക്കണം ഈ പ്രാർത്ഥനകൾ എന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കേരളത്തിലാകെ നമുക്ക് അങ്ങനെ ഒരു ഇത് പ്രശ്നം വെച്ചാൽ, ഈ കുട്ടികൾക്ക് 1-ാം ക്ലാസ് ചേർന്ന കുട്ടി 1-ാം ക്ലാസ് മുതൽ പറഞ്ഞ് പഠിച്ച് അവൻ 10-ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇതാണല്ലോ അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കുട്ടികളുടെ സ്വതന്ത്രമായ ചിന്ത, അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു രീതിയിലുള്ള വർഗീയ ചിന്തകളും അതൊന്നും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു കാരണവശാലും പാടില്ല. ഇപ്പോൾ ഇതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു കൂട്ടർ നമ്മൾ അടുത്ത് വന്നിട്ട് ഞാൻ 1-2 സ്ഥലത്ത് പ്രസംഗിച്ചു. ശനിയാഴ്ച ദിവസം പരീക്ഷ എഴുതാൻ പറ്റില്ല, പേപ്പറും പേനയും ശനിയാഴ്ച ഞങ്ങൾ തൊടില്ല, അതോടെ മാറ്റി വയ്ക്കണം. ഞാൻ പറയും, നിങ്ങൾ ആ ദിവസം അങ്ങ് മാറ്റിക്കൊണ്ടാൽ മതി, പരീക്ഷ മാറ്റുന്ന പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഓണത്തിന് അവധി കൊടുക്കാം, ക്രിസ്മസിന് അവധി കൊടുക്കാം, റംസാൻ അവധി കൊടുക്കാം, അതേപോലെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചാൽ അവധി കൊടുക്കാം. അതിനപ്പുറമായിട്ട് ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലല്ലോ ഈ രീതികളൊന്നും. ലോകത്ത് ഒരു സ്ഥലത്തും ഈ രീതികളേ ഇല്ല. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അവിടെ ലോകത്ത് എമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വരാറുണ്ടല്ലോ. ഈ പ്രസ്താവന നടത്തിയ മഹാജി കണ്ടിട്ടുണ്ടോ അവരുടെ വേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം? അപ്പോൾ ഇത് ഒരു വളരെ നന്നായി പോകുന്ന, ഇന്നിപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ 2-ാം സ്ഥാനമോ 1-ാം സ്ഥാനമോ വന്നിരിക്കുകയാണ് നമ്മൾ പെർഫോമൻസിൽ. അത് ചെറിയ രൂപത്തിലല്ല, 16ാമത് കടന്നതാണ്. അത് വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയാസപ്പെട്ടിട്ടുമാണ് ഈ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്.